നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് മാറ്റർ എന്ന്. അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സ്പേസും അതേപോലെ ഒക്കുപ്പൈ ചെയ്യാനുള്ള ഒരു മാസും ഉണ്ടായിരിക്കണം. അതായത് ഏതൊരു വസ്തു എടുത്താലും ആ വസ്തുവിന് എന്തുണ്ടാവണം? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാസം ഉണ്ടാവണം. അത് നമ്മൾ താഴെ വെക്കുന്ന സമയത്ത് അതൊരു സ്പേസ് എടുക്കണം. അങ്ങനെയുള്ള ഏത് വസ്തുവിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മുട്ടുസൂചി മുതൽ അങ്ങ് എയ്റോപ്ലെയിൻ വരെ നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ ആണെന്ന് പറയാം. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്കുപ്പൈഡ് സ്പേസ്. ഇതാണ് നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ മാറ്റർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാറ്റർ ഡിവൈഡ് ചെയ്യുന്ന പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, മിസ്റ്റേഴ്സും ഉണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന്. ഈ പ്യുവർ സബ്സ്റ്റൻസ് തന്നെ പിന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എലമെന്റ്സ് ആണ്, ഒന്ന് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ടൈപ്പ് ഓഫ് ആറ്റം ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എലമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൈഡ്രജൻ, ഓക്സിജൻ, അയൺ, അങ്ങനെ ഇഷ്ടം പോലെ എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ എലമെന്റ്സും എന്തിനെ എക്സാമ്പിൾ ആയിട്ട് പറയാം? നമ്മുടെ എലമെന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ കോമ്പൗണ്ട്സിന്റെ കേസ് പറയുമ്പോഴോ ഇതാ നോക്കിക്കേ, കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതാ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈഡ്രജനും അതേപോലെ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് H2O ഉണ്ടാകുന്നത്. അതേപോലെ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടല്ലേ നമുക്ക് CO2 ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. 2 or more എലമെന്റ്സ് ആണ് നമ്മുടെ കോമ്പൗണ്ട്സിനകത്തുള്ളത്. ഇനി എലമെന്റ്സിനകത്താണെങ്കിൽ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സും എലമെന്റ്സും കൂടെ മിക്സ് ചെയ്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ ആളാണ് നമ്മുടെ മിസ്റ്റേഴ്സ്. മിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഒരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ കൂടിക്കിടക്കുന്നതാണ് നമ്മുടെ മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്. എന്തൊക്കെയാണ് ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്? ഹോമോ എന്ന് പറയുമ്പോൾ നമുക്ക് പേര് പോലെ തന്നെ യൂണിഫോം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഹോമോജീനിയസ് മിസ്റ്റേഴ്സ്. അതായത് നമ്മളിപ്പോൾ സാൾട്ട് സൊല്യൂഷൻ എടുക്കാം, ഷുഗർ സൊല്യൂഷൻ എടുക്കാം, ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് ഹോമോജീനിയസ് മിസ്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. കാര്യം നമ്മൾ ഏത് സൊല്യൂഷൻ എടുത്താലും അത് യൂണിഫോംലി ആയിരിക്കും അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിനും സെയിം ടേസ്റ്റ് ആയിരിക്കും, അടിയിലുള്ള വെള്ളത്തിനും എന്തായിരിക്കും? സെയിം ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ മഡി വാട്ടർ ആണ്, അത് ചെളിവെള്ളം. ഈ ചെളിവെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ കലക്കി വെക്കുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കിൾസും മിക്സ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ആവാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഒരു ക്ലിയർ വാട്ടർ ആയിരിക്കും നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത്. പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും? അടിയിൽ പോയി കിടക്കും. അതാണ് ഹെട്രോജീനിയസ് മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മിസ്റ്റേഴ്സ് ആണ് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് മിക്സ് ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം ആയിട്ടായിരിക്കും കിടക്കുന്നത്. മുകളിൽ കുറച്ച് ആൾക്കാർ, താഴെ വേറെ കുറച്ച് ആൾക്കാർ. പക്ഷെ ഹോമോജീനിയസിൽ വരുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഹോമോജീനിയസ് മിസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയാണ്? സാൾട്ട് സൊല്യൂഷൻ, എയർ. നിങ്ങൾക്കൊരു ഡൗട്ട് വരും, നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് വരുന്നത് എയർ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് അല്ലേ, ഒരിക്കലും ഹോമോജീനിയസ് ആവില്ലല്ലോ. എയർ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. കാര്യം എയറിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഹെട്രോജീനിയസ്, ഒരിക്കലും അല്ല. ഹോമോജീനിയസ് ആവാൻ കാരണം എയറിലുള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഇത് പ്രസൻസ് എന്താ? സെയിം ആണ്, മാറി മാറി വരത്തില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ റൂമിനകത്തുള്ള എയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഓക്സിജന്റെ പെർസെൻറ്റേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഒരിക്കലും വേരിയേഷൻ വരത്തില്ല. അതുകൊണ്ടാണ് എയർ ഒരു ഹോമോജീനിയസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഇങ്ങനെ കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ട് ഇതിൽ ആരൊക്കെയാണ് ഹോമോജീനിയസ്, ആരൊക്കെയാണ് ഹെട്രോജീനിയസ് എന്ന്. അപ്പോൾ ഹോമോജീനിയസ് ആയിരിക്കും നമ്മുടെ എയർ എന്ന് പറയുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അടുത്തത് വാട്ടർ. സാൾട്ട് പ്ലസ് വാട്ടർ ആണ് നമ്മുടെ മഡി വാട്ടർ. പിന്നെ നമ്മൾ ഓയിൽ പ്ലസ് വാട്ടർ. നമ്മൾ കുറച്ച് വെള്ളത്തിനകത്തോട്ട് എണ്ണ ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എണ്ണ മുകളിൽ തെളിഞ്ഞു കിടക്കുന്ന, നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, മുകളിലായിരിക്കും എണ്ണ കാണുക, താഴെ ആയിരിക്കും പാർട്ടിക്കിൾസ്. അതും ഒരു ഹെട്രോജീനിയസ് ആണ്. ഇനി നോക്കിക്കേ, നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പറയും ഇതിൽ ആരൊക്കെയാണ് ഹോമോജീനിയസ്, ആരൊക്കെയാണ് ഹെട്രോജീനിയസ്, ആരൊക്കെയാണ് നമ്മുടെ എലമെന്റ്സ്, കോമ്പൗണ്ട്സ് എന്ന്. നോക്കിക്കേ, കാർബൺ, മഗ്നീഷ്യം, കോപ്പർ, നൈട്രജൻ. ഈ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇവരാരൊക്കെയാണ്? എലമെന്റ്സ് ആണെന്ന്, അല്ലേ? ഇനി നോക്കിക്കേ, NaCl സോൾട്ട്,
വാട്ടർ, ഷുഗർ, CO2 ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട്സ് ആണ്. രണ്ടിൽ കൂടുതലായിട്ടുള്ള എലമെന്റ്സ് കമ്പൈൻ ചെയ്തുണ്ടായതല്ലേ NaCl. സോഡിയം ക്ലോറിനും കൂടെ വരുന്നതല്ലേ NaCl, നമ്മളുടെ ഉപ്പ്. അതേപോലെ വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. പിന്നെ ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെ എലമെന്റ്സ് ഹൈഡ്രജനും കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഷുഗർ കിട്ടുന്നത്. പിന്നെ കാർബൺ ഡയോക്സൈഡ്, അത് നമുക്കറിയാം കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുക, അതുകൊണ്ടാണ് അത് കോമ്പൗണ്ട്സിനകത്ത് വന്നത്. ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും ഏത് കാറ്റഗറിക്കകത്ത് വരും? നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസിനകത്താണ് വരിക. എലമെന്റ്സും കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഇനി നോക്കിക്കേ, ഇവിടെ സാൾട്ട് വാട്ടർ കൊടുത്തിട്ടുണ്ട്, ഷുഗർ വാട്ടർ കൊടുത്തിട്ടുണ്ട്, എയർ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹോമോജീനിയസ് ആണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അതേപോലെ അടുത്ത് നോക്കിക്കേ, ബിരിയാണിയിൽ നമുക്കറിയാം കുറച്ച് സ്ഥലത്ത് മസാല കൂടുതലായിരിക്കും, കുറച്ച് സ്ഥലത്ത് മസാല കുറവായിരിക്കും. അതുകൊണ്ട് ബിരിയാണി ഒരു ഹെട്രോജീനിയസ് ആണ്. ഓയിൽ ആൻഡ് വാട്ടർ, കോൺക്രീറ്റിനകത്ത് ചില സമയത്ത് കൂടിപ്പോവാൻ സാധ്യതയുണ്ട് പാർട്ടിക്കിൾസ്. എല്ലാം സെയിം പോലാണോ കോൺക്രീറ്റ് കഴിക്കുക? ഇല്ല, എവിടെങ്കിലും ഒന്ന് കല്ല് മുഴച്ചോ അല്ലെങ്കിൽ കല്ലിന്റെ കുറവോ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് കോൺക്രീറ്റും ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ ഹോമോജീനിയസ്, ഹെട്രോജീനിയസ് ഏത് കാറ്റഗറിക്കകത്ത് വരും? നമ്മുടെ മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് വരിക. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് കോമ്പൗണ്ട്സ് തരും. ഇതിൽ ഏത് ടൈപ്പ് ആണെന്ന് പറയണം, അതേപോലെ ഏത് കാറ്റഗറി ആണെന്നുമാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കുക. അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് പോയാലോ. അടുത്തതാണ് നമ്മളുടെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് നോക്കിക്കേ. A pure substance has a fixed composition and cannot be separated into simpler compounds by a physical method. നമുക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസ് വേർതിരിക്കാൻ പറ്റില്ല. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പേര് പോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ആണ് പ്യുവർ സബ്സ്റ്റൻസിനകത്ത് വരുന്നത്. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയും. ഏതൊക്കെയാണ്? എലമെന്റ്സ് ആണ് ഒന്നാമത്തെ, രണ്ടാമത്തെ കോമ്പൗണ്ട് ആണ്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ടൈപ്പ് ഓഫ് ആറ്റത്തിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് N2, H2, അതേപോലെ ഓക്സിജൻ, അതേപോലെ ക്ലോറിൻ എക്സെട്രാസ് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, എലമെന്റ്സ് ഈസ് എ കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. ഒരു ടൈപ്പ് ഓഫ് ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെന്റ്സ് എന്ന്. അതേപോലെ അതൊരിക്കലും നമുക്കതൊരിക്കലും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കിക്കേ, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടിൽ കൂടുതലായിട്ടുള്ള എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ വാട്ടർ, അതേപോലെ തന്നെ NaCl, അതേപോലെ തന്നെ പിന്നെന്താ CO2, അതേപോലെ CO എക്സെട്ര. ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത്. NaCl എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ സാൾട്ട് ആണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോംഡ് വെൻ 2 or more elements, രണ്ടിൽ കൂടുതലായിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് അടുത്തയിലേക്ക് നോക്കിയാലോ. അടുത്ത നോക്കിക്കേ, അടുത്ത എന്താണ്? മിക്സ്ചേഴ്സ് ആണ്. മിക്സ്ചേഴ്സിലെ ഒന്നാമത്തെ ടൈപ്പാണ് ഹോമോജീനിയസും ഹെട്രോജീനിയസും. അപ്പൊ ഈ ഹോമോജീനിയസിന്റെ ഹെട്രോജീനിയസിന്റെ ഡിഫറൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്? അപ്പൊ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ എന്ത് പറയാൻ പറ്റും? എക്സാമ്പിൾസ് എയർ ഉണ്ട്, അതേപോലെ ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. നമുക്ക് ഷുഗർ സൊല്യൂഷനോ സാൾട്ട് സൊല്യൂഷനോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പൊ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ യൂണിഫോം ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കും അവിടെ കാണുന്നത്. നോക്കിക്കേ, എ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആസ് എ യൂണിഫോം കോമ്പോസിഷൻ. ത്രൂ ഔട്ട് യൂണിഫോം കോമ്പോസിഷൻ ആണ്. ഈ വരച്ചിടുന്നതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നത്. അപ്പോൾ യൂണിഫോം കോമ്പോസിഷൻ ആണ് ത്രൂ ഔട്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഇസ് നോട്ട് ഡിവിസിബിൾസ്. അത് ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ്. എയർ, സൊല്യൂഷൻ, സാൾട്ട് വാട്ടർ, നമ്മുടെ പെട്രോളും വരും. എല്ലാ ടൈപ്പ് ഓഫ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്താണ്? യൂണിഫോം കോമ്പോസിഷൻ ആണ് ത്രൂ ഔട്ട് നമ്മുടെ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ ആയിരിക്കും. കാര്യം എന്താ? ത്രൂ ഔട്ട് കൊടുക്കാൻ പറ്റത്തില്ല. മുകളിൽ ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് യൂണിഫോം ആണെങ്കിൽ താഴെ എന്ത് ചെയ്യും? ഒരു ടൈപ്പ് ഓഫ് യൂണിഫോം ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ സാൾട്ട് വാട്ടർ, ഓയില്, അതേപോലെ തന്നെ മഡി വാട്ടർ, ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് ഹെട്രോജീനിയസിനകത്ത് പറയാൻ പറ്റും.
അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ. ഇപ്പൊ നമ്മൾ മാറ്റർ എന്താന്ന് പഠിച്ചു, അതേപോലെ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഹോമോജീനിയസും ഹെട്രോജീനിയസും അതേപോലെ പ്യുവർ സബ്സ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, എലമെന്റ്സും കോമ്പൗണ്ട്സും. അപ്പൊ മാറ്റർ എന്ന് പറയുന്ന സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി കുറച്ച് ലോസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് എന്താണ്, നമ്മുടെ കുറച്ച് കെമിക്കൽ ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലോ ആണ് എന്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്, നിങ്ങളോട് എങ്ങനെയാണ് ഈ ലോസ് ഡയറക്റ്റ് ആയിരിക്കത്തില്ല ചോദിക്കുക, ഇതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് ലോ ആണ് ഇത് എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസിന്റെ കൺസർവേഷൻ ആണ്. അതായത് നമുക്ക് ഒരിക്കലും ഒരു മാറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി ഉള്ള മാറ്റർ, ഇപ്പൊ ആറ്റം എന്ന് പറയുന്ന ഒരു മാറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ആറ്റത്തിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ആറ്റത്തിനെ റീഅറേഞ്ച് ചെയ്ത് വേറൊരു കാര്യമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് എനർജി നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. എനർജി നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് റീഅറേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പെൻ എടുത്തു, ഈ പെൻ ഞാൻ നശിപ്പിച്ചു കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് നശിക്കുമോ, നശിക്കില്ല. കാരണം എന്താ, എനിക്ക് പേന എഴുതാനാണ്, ആ പർപ്പസിന് എനിക്ക് ഇനി ഈ പേന യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേറൊരു രീതിയിൽ ഈ പേന ഇരിക്കും അല്ലെ, ഞാൻ എങ്ങനെയാണോ ഈ പേന ഓടിക്കുന്നത് ആ രീതിയിൽ ഈ പേന എനിക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാറ്റർ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആറ്റത്തിന് നമുക്ക് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. എനർജി നമുക്ക് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നോക്കിക്കേ, മാറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റഡ് ഓർ നോട്ട് ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു മാറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ ഒരു ഡെഫിനേഷൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ്റെ ഇത്. അല്ലെങ്കിൽ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ എങ്ങനെ പറയാൻ പറ്റും, ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കേസ്, ഇവിടെ മിസ് എന്തെടുക്കുകയാണ്, നമ്മുടെ CO2 എടുക്കുകയാണ്, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാ, C+O2 gives CO2 ആണല്ലോ. എനിക്കറിയാം ഇത് കാർബൺ ആണ്, അപ്പൊ 14 12 ഇവിടെ അറ്റോമിക് നമ്പർ വരിക. ഓക്സിജൻ എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസ് എത്ര വരും, 2 × 16 അപ്പൊ 32 പ്ലസ് 32. അപ്പൊ നോക്കിക്കേ, 44 ഗ്രാം ആണ് ഇവിടെ വരുന്നത് അല്ലെ. കാർബൺ പ്ലസ് ഓക്സിജൻ O2 എടുക്കുന്ന സമയത്ത് 44 ഗ്രാം ആണ്. റിയാക്ടന്റ് സൈഡ് നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇത് റിയാക്ടന്റ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും റിയാക്ടന്റ് ആയിരിക്കും, റൈറ്റ് സൈഡ് എപ്പോഴും പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഗീവ്സ് ഇവിടെ CO2 ആണ്, മോളിക്കുലാർ മാസ് നമുക്കറിയാം 12, ഇവിടെ 12 × 1 ആണ് വരിക. ഇനി ഇവിടെ നോക്കിക്കേ, പ്ലസ് 16 ഓക്സിജൻ, ഇൻറ്റു 2 ഓക്സിജൻ വരുന്നുണ്ട്, ഇൻറ്റു 2 നമ്മൾ എഴുതി. അപ്പൊ നോക്കിക്കേ, ഗീവ്സ് എത്ര വന്നു, 12 + 32 ഈക്വൽ 44 ഗ്രാം തന്നെ വന്നു. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എത്ര ഗ്രാം ആണോ റിയാക്റ്റന്റ് അത്രയും തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവും. എത്ര ഗ്രാം ഓഫ് റിയാക്റ്റന്റ് ആണോ അത്രയും ഗ്രാം ഓഫ് പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവും. നോക്കിക്കേ, ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് റിയാക്റ്റന്റിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് വാട്ടർ എടുക്കാം. ഇതാ നോക്കിക്കോ, വാട്ടർ H2O, വാട്ടർ H2O ആണെന്ന് നമുക്കറിയാം. അതായത് 2H2 + O2 gives 2H2O. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ, ബാലൻസ് ചെയ്ത ഇക്വേഷൻ ആണ് വാട്ടറിന്റെ. അപ്പൊ നോക്കിക്കേ, 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം ഓക്സിജൻ ആണ്. അപ്പം 32 4 36 ഗ്രാം ആണ് നമ്മുടെ റിയാക്റ്റന്റ് സൈഡ് വരിക. ഗീവ്സ് ഇവിടെ നോക്കിക്കേ, 2H2O. H2O എന്ന് പറയുമ്പോൾ ദാ H ഒരു ഹൈഡ്രജൻ ആണ്, 1 × ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് ഓക്സിജൻ ഒരാളെ ഉള്ളൂ, അപ്പൊ 1 × 16 വരും. അപ്പൊ എത്ര വരും, 2 + 16 വരും. അപ്പൊ 18 ആണ് നമ്മുടെ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. ഈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ, CO2ന്റെ മോളിക്കുലാർ മാസ്, ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം. കാര്യം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കുറെ ഇക്വേഷൻസ് CO2 H2 ഒക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് ഒറ്റയടിക്ക് എഴുതാൻ പറ്റണം. അപ്പൊ 18 ആണ് വരിക. അപ്പൊ 2 ആണ്, 2 × H2 അല്ലേ. അപ്പൊ ഈ 18 × 2 ചെയ്യണം.
അപ്പൊ ഇവിടെ എത്ര വന്നു? 36 ഗ്രാം തന്നെ വന്നു. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ പറഞ്ഞ? റിയാക്റ്റന്റിന്റെ ടോട്ടൽ മാസ് തന്നെ ആയിരിക്കും ഈക്വൽ ടു പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസ്. റിയാക്റ്റും സെയിം ആണ്, പ്രോഡക്റ്റും സെയിം ആണ്. അതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുക എക്സാമിൽ? ഇതുപോലെ ഒരു റിയാക്ഷൻ തരും. ഈ റിയാക്ഷൻ തന്നിട്ട് പറയും ഏത് ലോ ആണ് ഈ റിയാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അത് സ്റ്റേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ലോ അല്ല ചോദിക്കുക. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് ലോ ആണ്, ആ ലോ സ്റ്റേറ്റ് ചെയ്യാനും. അപ്പൊ ഇങ്ങനെ ഒരു ലോ തന്നെ റിയാക്റ്റിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയി വരുന്ന ലോ ഏതായിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ലോയിലേക്ക് പോവാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതാണ് നമ്മുടെ രണ്ടാമത്തെ ലോ. നമ്മുടെ ആദ്യത്തെ ലോ സ്റ്റേറ്റ് ചെയ്യുന്ന പ്രൊപ്പോസ് ചെയ്തൊരു സയന്റിസ്റ്റ് ആന്റണിയോ ലാവോസർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ലോ സ്റ്റേറ്റ് ചെയ്ത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻസ് അതിനകത്ത് കാണുമെന്ന്. അപ്പൊ നോക്കിക്കേ, എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മളിവിടെ ഇപ്പൊ CO2 എടുത്തു. നമുക്കറിയാം കാർബൺ 12, ഓക്സിജൻ എന്താണ് 32 ആണെന്ന് ആണല്ലോ. 12:32 വന്നു. അപ്പൊ ഇതിന് നമുക്ക് കുറച്ചും കൂടെ ഷോർട്ട് ആയിട്ട് എഴുതിക്കൂടെ? എഴുതാം. 12 എന്ന് പറയുമ്പോൾ അപ്പൊ നോക്കിക്കേ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ആണ്. നമ്മളിവിടെ CO2 എടുത്തു. അപ്പൊ നമുക്കറിയാം 12:32 ആണ് വരിക. ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹോൾ നമ്പർ റേഷ്യോ ആക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ വരും 3:8 എന്ന് പറയാം. അതായത് കാർബൺ ഡയോക്സൈഡ് ഏതൊരിടത്ത് കാർബൺ ഡയോക്സൈഡ് എടുത്താലും എന്ത് വരും? 3:8 എന്നുള്ള ഒരു റേഷ്യോ ആയിരിക്കും നമ്മുടെ കാർബൺ ഡയോക്സൈഡ് കാണാം. ഇനിയിപ്പൊ നമ്മളിവിടെ വാട്ടർ ആണ് എടുക്കുന്നതെങ്കിലോ, അതായത് 2:16, അതായത് 1:8 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും നമ്മുടെ വാട്ടറിന്റെ റേഷ്യോ. അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. ഇതാണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഏതൊരു സ്ഥലത്തെ കാർബൺ ഡയോക്സൈഡ് എടുത്താലും 3:8 എന്നുള്ള റേഷ്യോയിലായിരിക്കും കാർബൺ ഡയോക്സൈഡ് കാണുക. അതേപോലെ വാട്ടർ എടുക്കുന്ന സമയത്ത് 1:8 എന്നുള്ള റേഷ്യോയിലായിരിക്കും നമ്മുടെ വാട്ടർ ഏതൊരു സൈഡിലും അല്ലെങ്കിൽ എവിടെ എടുത്താലും കാണുക. ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്നിങ് ദ സെയിം എലമെന്റ് കമ്പൈൻഡ് വിത്തിൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അല്ലെങ്കിൽ ഇത്, അതായത് നമ്മൾ ഏതൊരു സ്ഥലത്ത് കാർബൺ ഡയോക്സൈഡ് എടുത്താലും എന്താണ് 3:8 എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ അല്ലേ? അതാണ് നമ്മുടെ പ്രൊപ്പോർഷൻ ബൈ മാസ്. എന്ത് വെച്ചിട്ടാണ്? നമ്മൾ മാസ് വെച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ വാട്ടർ എടുത്താലും 1:8 എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ മാസ് ഫിക്സഡ് ആയിട്ടുള്ള കാണുന്നത്. അത് ഏത് സ്ഥലത്ത് ചെന്നാലും. ഇതിനെയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ മൂന്നാമത്തെ ലോയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ലോ ആണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ലോ. ഈ ലോ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ് കണ്ടുപിടിച്ചത്. JD എന്ന് പറയാം, അല്ലെങ്കിൽ DJ എന്ന് പറയാം. ജോൺ ഡാൾട്ടൺ, DJ എന്ന് നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം. DJ, ജോൺ ഡാൾട്ടൺ. അതായത് നമ്മുടെ അറ്റോമിക് തിയറി ഒക്കെ പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. സോ ജോൺ ഡാൾട്ടൺ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ചോദിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും അതേപോലെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ചോദിക്കുന്നത്. 5 ലോസ് ഉണ്ട്. 5 ലോസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലോ ആണ് ഏത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എങ്ങനെ ചെയ്യാം? നമ്മൾ ഇവിടെ എടുക്കുന്നത് COയും CO2 നമ്മൾ എടുത്തു, കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും എടുത്തു. അപ്പൊ നമുക്കറിയാം 12:16 12:32 വന്നു അല്ലെ? നോക്കേ, 12:36 16 12:32 കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും എടുത്തു. അപ്പൊ ഈ കാർബൺ എന്താ? രണ്ടിലും ഫിക്സ് ആണ്. ആരാണ് വേരി ചെയ്യുന്നത്? നമ്മുടെ ഓക്സിജൻ ആണ് രണ്ടിടത്തും എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. 16:32. ഇതിനെ നമുക്കൊരു ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് മാറ്റാൻ പറ്റും. അതായത് നമുക്ക് ഒരു എലമെന്റ് എന്തായിരിക്കും? ഫിക്സഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്ത എലമെന്റ് ആണ് വേരി ചെയ്യുന്നത്. ആ വേരി ചെയ്യുന്ന എലമെന്റിന്റെ റേഷ്യോ എടുത്താൽ
നമുക്കൊരു ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. അതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ലോ ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാ നോക്കിക്കേ, when two elements combine to form two or more compounds. അതായത് സെയിം ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും. കാർബൺ ഓക്സിജൻ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, പക്ഷെ ഡിഫറെന്റ് ഫോം ആയിരിക്കും. ഒന്ന് കാർബൺ ഡയോക്സൈഡും ഒന്ന് കാർബൺ മോണോക്സൈഡും ആയിരിക്കും. അപ്പൊ അവരുടെ എടുക്കുന്ന സമയത്ത് ഒരു എലമെന്റ് എന്താണ്? ഫിക്സഡ് ആണ്. കാർബൺ ഇവിടെ ഫിക്സഡ് ആണ്, പക്ഷെ ഓക്സിജൻ ആണ് വേരി ചെയ്യുന്നത്. അങ്ങനെ വേരി ചെയ്യുന്ന എലമെന്റ്സിന്റെ റേഷ്യോ എടുക്കുമ്പോൾ അതിൽ നമുക്കൊരു ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. അതാണ് നമ്മുടെ ജോൺ ഡാൾട്ടൺ പറഞ്ഞ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, കമ്പൈൻ ടു ഫോം ടു ഓർ മോർ കോമ്പൗണ്ട്സ്, അതാണ് നമ്മുടെ സെയിം ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. കമ്പൈൻ ടു ഫോം ടു ഓർ മോർ എലമെന്റ്സ്. ഡിഫറെന്റ് മാസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെന്റ് ആർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അതായത് നോക്കിക്കേ, ഈ 16:32 എന്ന് പറയുന്നതിന് പിന്നെ നമുക്കൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് മാറ്റാൻ പറ്റും. ഇതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? സെയിം എലമെന്റ്, ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് CO-യും അതേപോലെ CO2, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് H2-വും അതേപോലെ H2O2, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡും ഹൈഡ്രജന്റെയും കേസിലായിരിക്കും നമ്മളോട്, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കേസിൽ നമ്മളോട് ചോദിക്കും. സെയിം എലമെന്റ്സ് ആയിരിക്കും, ജസ്റ്റ് വേരി ചെയ്യുന്ന ആളാരായിരിക്കും? ഒരു എലമെന്റ് ആയിരിക്കും. അതിന്റെ ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ച ലോ ഓഫ് കൺസർവേഷനും അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും അല്ലെങ്കിൽ മൂന്നാമതായിട്ട് പഠിച്ച ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും എല്ലാം മാസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? മാസ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇത്രയും നേരം 3 ലോസും പറഞ്ഞത്. ഇനി ബാലൻസ് ഉള്ള 2 ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വോളിയത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയാലോ, നമ്മുടെ അടുത്ത ലോ, നമ്മുടെ 4ാമത്തെ ലോ ആയിട്ടുള്ള ലോ ഓഫ് കമ്പൈനിങ് വോളിയം. അതായത് ഇത്രയും നേരം മാസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇതാ വോളിയത്തെ കുറിച്ചാണ് പറയുന്നത്. 2 ലോയും കൂടെ ഉണ്ട്. അപ്പൊ ഈ വോളിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കും, നമുക്ക് ഈസിലി ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ 2 ആൾക്കാർ സെയിം ആയിരിക്കും, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എപ്പോഴും വോളിയത്തിന്റെ കേസ് പറയുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് പറയുന്നിടത്ത് എന്തായിരിക്കും? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോളിയം പറയുന്നിടത്തെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചോണം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കും. അതിനെ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യില്ല? വേരി ചെയ്യില്ല, അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നോക്കിക്കേ, when a gas combining or produced in a chemical reaction, ഒരു റിയാക്ഷനകത്ത് കുറച്ച് ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നമുക്ക് വാട്ടർ എടുക്കാം. വാട്ടർ എടുക്കുമ്പോൾ നമുക്കറിയാം 2H2 plus O2 gives എന്താണ്? 2H2O ആണല്ലോ, 2H2. ഇതാണ് ഇവിടെ നമ്മൾ എടുക്കുന്ന 2 ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ ഓക്സിജൻ ഗ്യാസും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? വെള്ളമാണ്, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആണ് കിട്ടുന്നത്, ആണല്ലോ. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ, ഇവിടുത്തെ റേഷ്യോ എത്ര മോൾസ് ആണ് ഹൈഡ്രജൻ ഉള്ളത്? 2 മോൾസ് ഹൈഡ്രജൻ, 2 മോൾ ഹൈഡ്രജൻ പ്ലസ് 1 മോള് ഓക്സിജൻ. ഇവിടെ 1 മോൾ അല്ലേ ഉള്ളൂ, 2 മോൾ അല്ലല്ലോ, 1 മോള് ഓക്സിജൻ. നോക്കിക്കോ, 1 മോള് ഓക്സിജൻ. എത്ര മോൾസ് വാട്ടർ തന്നിരിക്കുന്നത്? 2 മോൾസ് വാട്ടർ ആണ് തന്നിരിക്കുന്നത് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ റേഷ്യോ പറയുകയാണെങ്കിൽ 2:1:2 എന്നുള്ള ഒരു റേഷ്യോയിലല്ലേ നമ്മൾ തന്നിരിക്കുന്നത്. 2:2. 2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, 1 എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, 2 എന്ന് പറയുന്നത് വാട്ടർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. 2:1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ഇവർ തമ്മിൽ, നമ്മൾ എടുക്കുന്ന ഓക്സിജൻ ഗ്യാസുകൾ തമ്മിലും എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോ ഉണ്ട്. അതാണ് നമ്മുടെ ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് പറയുന്നത്. അവിടെ സെയിം ടെമ്പറേച്ചറും പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറിന്റെ കേസാണ് പറയുന്നത്. നോക്കിക്കേ, പിന്നെ ഗ്യാസ് കമ്പൈനിങ് ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ നമ്മൾ 2 ഗ്യാസ് എടുത്തു, അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ഒരു കെമിക്കൽ റിയാക്ഷൻ. എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ബൈ വോളിയം. വോളിയങ്ങൾ തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ട്. 2:1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടാവും. അറ്റ് എവിടെ? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതാണ് നമ്മുടെ ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് പറയുന്ന ലോ. ഈ ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വോളിയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ 5ാമത്തെ ലോ ആണ് പറയാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മുടെ 5ാമത്തെ ലോ എന്ന് പറയുന്ന ആരാണ്? അവോഗാഡ്രോസ് ലോ ആണ്. ഈ ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇനി യൂസ് ചെയ്യും.
Na എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. Na നമ്മുടെ അവഗാഡ്രോസ് നമ്പർ. Na എന്ന് പറയുന്നത് ഒരു Na എന്ന് പറയുന്നത് 6.022 into 10⁻23 അല്ലേ? ഒരു Na എന്ന് പറയുന്നത്, ഒരു മോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു Na ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മോള്, ഒരു Na എന്ന് പറയുന്നത് 1 Na equal 1 മോള് അല്ലെ? അപ്പൊ ഒരു മോളിന്റെ വാല്യൂ എത്ര വരും? 6.022 into 10⁻23 ആണ്. അപ്പൊ ഇത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വോളിയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവഗാഡ്രോസ് ലോയും വോളിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇവിടെയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കും. ഒന്നീ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, വോളിയം ഓഫ് ഏതൊരു ഗ്യാസ്, എനി ഗ്യാസ് എടുത്താലും അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ ഉണ്ടായിരിക്കും. ഏതൊരു ഈക്വൽ, അതായത് വോളിയം ഉള്ള ഗ്യാസ്, ഈക്വൽ വോളിയം ഉള്ള ഏതൊരു ഗ്യാസ് എടുപ്പം നമ്മൾ O2 എടുക്കുക, അല്ലെങ്കിൽ H2 എടുക്കുക, അല്ലെങ്കിൽ C2 എടുക്കുക, ഏതൊരു ഗ്യാസ് എടുത്താലും അതിനകത്ത് സെയിം വോളിയം ആണെങ്കിൽ, സെയിം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറിലും ആണെങ്കിൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ ഉണ്ടാവും. അത് പറയുന്നതാണ് നമ്മുടെ അവഗാഡ്രോസ് ലോ. Na എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിരിക്കണം. Na എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. അതായത് n proportional to v proportional to n എന്ന് പറയുന്നത്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്, v എന്ന് പറയുന്നത് ഇവിടെ വോളിയം ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 5 ലോസും, അതായത് നമ്മുടെ കെമിക്കൽ ലോസും നമ്മളിപ്പോ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡാൾട്ടൺ അറ്റോമിക് തിയറി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആറ്റത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് നമ്മുടെ ആറ്റത്തെ കുറിച്ചുള്ള ഒരു തിയറി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ജോൺ ഡാൾട്ടന്റെ ഡാൾട്ടൺ അറ്റോമിക് തിയറി. ആറ്റംസ് എന്ന് പറയുന്നത് കുഞ്ഞു പാർട്ടിക്കിൾസ്, സ്മോൾ പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് എന്നാണ് നമ്മുടെ ഡാൾട്ടൺ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആയിരിക്കും. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഒരു ആറ്റം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിരിക്കും. കുറെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മോളിക്യൂൾസ് കിട്ടുന്നത്. ഇപ്പൊ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിക്കേ, ആദ്യം അദ്ദേഹം പറഞ്ഞത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. അതായത് ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ആ മാറ്ററിനെ നമുക്ക് ഒരു സ്പേസും അല്ലെങ്കിൽ വോളിയവും ഒരു മാസും ഒക്കുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും ഉള്ള എന്തിനേയും നമ്മൾ വിളിക്കുന്ന മാറ്റർ എന്നാണ്. അതുകൊണ്ട് ആറ്റം എന്താണ്? ഒരു മാറ്റർ ആണ്. അതുകൊണ്ട് ടൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ, ആറ്റം എന്താണ്? ഇൻവിസിബിൾ ആണ്. നമുക്ക് ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷനിലെ ഒരു ആറ്റം നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള എലമെന്റ്സ് ആണെങ്കിൽ സൈസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? മാസ് ഒക്കെ സെയിം ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റം ആണെങ്കിൽ എന്ത് ചെയ്യും? ഡിഫറെന്റ് ആയിരിക്കും പ്രോപ്പർട്ടീസും ഡിഫറെന്റ് മാസും ആയിരിക്കും. അതാണ് എന്താ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ഇത് ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ആറ്റംസ് ഓഫ് ഗിവൺ സെയിം ഐഡന്റിക്കൽ, അതായത് സെയിം എലമെന്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സെയിം ആറ്റംസ് ആണെങ്കിൽ എന്തായിരിക്കും? മാസും സൈസും കെമിക്കൽ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. മാസും സൈസും പ്രോപ്പർട്ടീസും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെന്റ്സ്, സെയിം ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർക്കൊക്കെ പ്രോപ്പർട്ടീസ് ഒരേപോലെ ആൾക്കാരെയാണല്ലോ നമ്മൾ സെയിം ഗ്രൂപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സിനെ. അതേപോലെ തന്നെ ഡിഫറെന്റ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ മാസും പ്രോപ്പർട്ടീസും. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പിലല്ലേ? ഡിഫറെന്റ് ആയ എലമെന്റ്സിന് നമ്മൾ സെയിം ഗ്രൂപ്പിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ല. അതുപോലെയാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് ആയിട്ടുള്ള ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണെങ്കിൽ ഡിഫറെന്റ് മാസും ഡിഫറെന്റ് പ്രോപ്പർട്ടീസും ആയിരിക്കും. അറ്റോമിക് മാസ് യൂണിറ്റ്, AMU എന്ന് പറയുന്നതാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. കുറെ ആറ്റങ്ങളുടെ മാസ് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് വെച്ചിട്ടായിരിക്കും. അത് AMU വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂ ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു AMU എന്ന് പറയുന്നത് 1 AMU is equal to 1/12 C കാർബൺ ആറ്റം ആണ്. അതായത് നമ്മൾ റെഫർ ചെയ്യുന്നത് 12th കാർബൺ ആറ്റം വെച്ചിട്ടാണ് നമ്മൾ AMU റെഫർ ചെയ്യുന്നത്, മറ്റ് ആറ്റങ്ങളുടെ മാസ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 12th C കാർബൺ 12th കാർബൺ ഇട്ടത്. അതുകൊണ്ടാണ് 1/12 കാർബൺ ആറ്റം എന്ന് നമ്മൾ പറയുന്നത്. ഒരു AMU എന്ന് പറയുന്നത് എന്താണ്? 1 AMU എന്ന് പറയുന്നതിന്റെ വാല്യൂ 1.6605 into 10⁻⁻24 ഗ്രാം ആയിരിക്കും. -24 ഗ്രാം ആണ് ഒരു AMU എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ ആണ് മ്യൂ അല്ലെങ്കിൽ ഒരു AMU പറയുന്നെങ്കിൽ എന്ത് വരും?
ഒരു മ്യൂ അല്ലെങ്കിൽ മ്യൂ അല്ലെങ്കിൽ AMU എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ കാർബൺ ആണെങ്കിൽ നമുക്കറിയാം 12 മ്യൂ അല്ലെങ്കിൽ 12 ആയിരിക്കും അതിന്റെ AMU എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ ആണെങ്കിലോ അത് 16 മ്യൂ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ അറ്റോമിക് മാസ് യൂണിറ്റ് പറയുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കാർബൺ 12C കാർബൺ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റെഫറൻസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക. ഇനി നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ളതാണ് നമ്മുടെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ആവറേജ് അറ്റോമിക് മാസ് അതായത് നമുക്ക് ഒരു എലമെന്റിന്റെ എന്ത് കണ്ടുപിടിക്കണം, വെയ്റ്റഡ് ആവറേജ് മാസ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആവറേജും അറ്റോമിക് മാസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് ഐസോടോപ്പുകളെ കുറിച്ച്. ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടോപ്പിലുള്ള അതായത് മാസ് ഡിഫറെന്റ് ആയിരിക്കും, സെയിം എലമെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയണ ഹൈഡ്രജൻ 1, ഹൈഡ്രജൻ 2, ഹൈഡ്രജൻ 3. അതായത് ടോപ്പിലുള്ള ഈ 1, 2, 3 അതാണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്. അത് വേരി ചെയ്യും. പക്ഷെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം എന്താണ്, സെയിം ആണ്. അതുകൊണ്ടാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓർക്കാൻ എങ്ങനെയാ, ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പിലുള്ള ആൾക്കാരാണ് വേരി ചെയ്യുന്നത്. അതായത് നമ്മുടെ ടോപ്പിൽ ആരാണ്, നമ്മുടെ മാസ് ആണ്, അതാണ് വേരി ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഓഫ് ക്ലോറിൻ. നമ്മൾ എടുക്കുന്ന ക്ലോറിൻ 35ഉം അതേപോലെ 37 ആയിട്ടുള്ള ക്ലോറിൻ ആണ് എടുക്കുന്നത്. 35 മാസ്, അതായത് മാസ് വരുന്ന 35 മാസുള്ള ക്ലോറിനും 37 മാസുള്ള ക്ലോറിനും എടുത്തു. ഇതിന്റെ 35 എന്ന് പറയുമ്പോൾ 75%ഉം അതേപോലെ 25%ഉം പറഞ്ഞു. നമുക്ക് ഇതിന്റെ ആവറേജ് അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ക്ലോറിന്റെ. അപ്പൊ നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ആണ് പറയുന്നത്. ക്ലോറിൻ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും, മാസ് കിട്ടും. ഐസോടോപ്പിന്റെ മാസ് കിട്ടിയല്ലോ 35. അതിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാ പറഞ്ഞത്, 75% ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻറ്റു 75 പ്ലസ് അടുത്ത ക്ലോറിൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 25ഉം 37ഉം ആണ് എന്ത് മാസ് എന്ന് പറയുന്നത്. 37 ഇൻറ്റു 25. ഇനി നമ്മളവിടെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നതുകൊണ്ട് ബൈ 100 ചെയ്യാം. ബൈ 100 വരുമ്പോൾ ഈസ് ഈക്വൽ ടു എത്ര വരും, 35.5 മ്യൂ ആണ് വരിക, അല്ലെങ്കിൽ AMU ആയിരിക്കും വരിക. അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് എന്ത്, മ്യൂ അല്ലെങ്കിൽ AMU എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റിന്റെ സിമ്പൽ ആണ് AMU ആണല്ലോ. ഇതിന് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ആൻസർ കൊടുത്തു. അപ്പൊ ക്ലോറിന്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആയിരിക്കും. നമ്മൾ ഒരു എലമെന്റിന്റെ ആവറേജ് മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഐസോടോപ്പുകൾ വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. ആ എലമെന്റിന്റെ ഡിഫറെന്റ് ഐസോടോപ്പ് അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് വെച്ചിട്ട് അതേ ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഒരു എലമെന്റിന്റെ മാസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ അല്ലേ, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആദ്യത്തെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചത്, മാറ്റർ എന്താന്ന് പറഞ്ഞു, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതേപോലെ കുറച്ച് 5 കെമിക്കൽ ലോസ് ഉണ്ടായിരുന്നു. ആ ലോ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ലോസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റോമിക് മാസും പറഞ്ഞു, അതേപോലെ ആവറേജ് അറ്റോമിക് മാസ് യൂണിറ്റും പറഞ്ഞു. അതിനകത്ത് ഈ ലോസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ഏതൊക്കെയായിരുന്നു, നമ്മൾ ഈ 2 ലോ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.